പുരസ്കാരം സമർപ്പിക്കാൻ എത്തിച്ചേരേണ്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, എന്നെ നിങ്ങൾ അനുസ്മരിക്കുന്ന കാലം എന്ന് വരുമോ അതുവരെ ഈ നടക്കുന്ന ചടങ്ങിൽ ഞാൻ എത്തിച്ചേരും, ഞാനായിരിക്കും പള്ളമാധവനാശാന്റെ പേരിലുള്ള പുരസ്കാരം നൽകുക എന്നാണ്. അതുകൊണ്ട് ബഹുമാനായ ശ്രീ സദനം ശിവദാസ് അദ്ദേഹം നമ്മളോട് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിനെ തീർച്ചയായും കാക്കുകയാണ്. ഇനി ദേശം തന്നെയാൽ പോലും അതിനിടയിലാണെങ്കിൽ അദ്ദേഹം വരുന്ന സന്ദർഭത്തിൽ ആയിരിക്കും ആ പുരസ്കാരം അദ്ദേഹത്തിന് സമർപ്പിക്കുക. അടുത്തതായി ഈ ചടങ്ങിൻ്റെ എല്ലാം അറിയുന്ന മാധവനാശാനെ ഉള്ളുകൊണ്ട് നന്നായി അറിയുന്ന പ്രിയപ്പെട്ട MG ശശിധരൻ അവരുടെ രണ്ട് വാക്കുകളായി ക്ഷണിക്കുകയാണ്. നമ്മുടെ സുഹൃത്തുക്കൾ ശശിധരനും പുസ്തകവും സഹോദരി സഹോദരന്മാർ, ജനാധിപത്യത്തിൽ എന്നെ തന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തുക എല്ലാവരും നല്ലത്. എൻ്റെ പേര് MG ശശിധരൻ. എൻ്റെ ഔദ്യോഗിക പേരാണെങ്കിൽ എന്നെ ഈ അച്ചാച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്. കാരണം വള്ളമാധവൻ എൻ്റെ അച്ഛൻ്റെ ഒരു പെങ്ങളുടെ മകനായിട്ടാണ് നിൽക്കുന്നത് കുടുംബത്തിൽ. അപ്പോൾ ഞാനിതിൻ്റെ ഫ്രണ്ടിരിക്കുന്നവരൊക്കെ നോക്കുക, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടിയ ഒരു 100 പേരിലുള്ള ആളുകളാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ വളരെ കുറച്ച് ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു ഓരോ പരിപാടികളിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പാലാക്കേന്ദ്ര പുഷ്പാടിൻ്റെ, അതായത് നമ്മുടെ ഡയറക്ടർ ജോഷി മാത്തൂരിൻ്റെ അച്ഛൻ്റെ അവിടെ പിതാവിൻ്റെ ജന്മവാർഷികവും നമ്മുടെ കോട്ടയത്തെ DC ബുഷിൽ ഉണ്ടായി. ഒരു 10-500 പേരുണ്ടായി. അതുപോലെ CR ഓമനക്കുട്ടൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് അമൽ ധീരജിൻ്റെ പിതാവ്, സിനിമ ഡയറക്ടർ അമൽ ധീരജിൻ്റെ പിതാവാണ് CR ഓമനക്കുട്ടൻ, പ്രൊഫസർ കോട്ടയത്ത്. അദ്ദേഹത്തിൻ്റെ ഒരു ട്രസ്റ്റുണ്ട്, അതിൻ്റെ ചെയർമാനും കേരളമോദി ചെയർമാനും നേരത്തെ കൂടിയിട്ടാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അവരൊക്കെ അവരുടെ ബന്ധുമിത്രാദികൾ ഇതുപോലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ധാരാളം പേര് വന്നു ചേരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ പള്ളമാധവൻ കലാമണ്ഡലത്തിൻ്റെ വൈശ്വന്മാരുണ്ട്. പക്ഷെ പള്ളമാധവൻ ആരായിരുന്നു എന്നുള്ളത് അന്ന് അദ്ദേഹത്തെ മരിച്ച ആ ദിവസം അന്ന് അതിൽ പങ്കെടുത്ത കാണാൻ വന്ന ആളുകൾക്ക് മനസ്സിലായി കാണാം. അത് ഞാനൊക്കെ ആദ്യം മുതലേ അവിടെ ഉണ്ട്. ആദ്യമേ വരുന്നത് കോട്ടയത്തെ കളക്ടർ വരുന്നു, ജില്ലാ പോലീസ് മേധാവി വരുന്നു, RDO വരുന്നു, ഉദ്യോഗസ്ഥന്മാർ ഏറെപ്പെട്ട മുഴുവൻ ആളുകൾ വരുന്നു. പോലീസ് ബഹുമതിയോടുകൂടി, ഗവൺമെൻറ് ബഹുമതിയോടുകൂടിയാണ് പള്ളമാധവനെ അത് അടക്കിയത്. പക്ഷെ അപ്പം പഞ്ചിക്കാടുള്ള മുഴുവൻ ആളുകൾക്കും അങ്ങനെയാണ് മനസ്സിലായത് പള്ളമാധവൻ ആരായിരുന്നു എന്നുള്ളത്. അത് പിന്നീട് അതിൻ്റെ ചരിത്രം അതിന് വഴിക്ക് പോകുന്നു. കലാമണ്ഡലത്തിൻ്റെ വൈസ് പ്രിൻസിപ്പളായിരുന്ന വ്യക്തി ഒരു നാടിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു മഹാനായ വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അഭിമാനം കൊള്ളുകയാണ്. ഞാനിപ്പോൾ ഓർത്തോർത്തോരോ കാര്യങ്ങൾ ഓർത്തു പോവുക. ഞാൻ 4 സിനിമ പ്രൊഡ്യൂസ് ചെയ്തതാണ്. മോഹൻലാലിനെ കൊണ്ടും സുരേഷ് ഗോപിയെ കൊണ്ടും ജയറാമിനെ കൊണ്ടും ഇത് 4 സിനിമ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ കുറേ കുട്ടികളിരിക്കുന്നു. പങ്കുകൊണ്ട് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അവരുടെ പരിപാടി എന്താണെന്ന് എനിക്കറിയുള്ളൂ. ഇത് കഴിയുമ്പോൾ അപ്പം ഞാൻ 100 സമയം ഇരിക്കുമ്പോൾ ചിലപ്പോൾ അവരെ പറഞ്ഞ് സെലക്ട് ചെയ്തിട്ട് അടുത്ത സിനിമയിൽ മോഹൻലാൽ നെറ്റ് നോക്കിയിരിക്കുക ഞങ്ങൾ. ഞാൻ ജോഷി പോയപ്പോൾ ഡയറക്ടർ കൂടെ കൂടി. അപ്പം പള്ളമാധവൻ എന്ന് പറയുന്ന വ്യക്തി ഇന്നലെ നമ്മൾ കണ്ടില്ലേ ചാനലിൽ ഉച്ചയ്ക്കും കണ്ടേച്ചവരുണ്ട്
തൃശ്ശൂർ നടക്കുന്ന കലോത്സവം. ആ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞു നിന്നത് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി 1000 ആദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ